നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. യുവേഫ നേഷൻസ് ലീഗിൻ്റെ ക്വാർട്ടർ ഫൈനലിൽ ഇന്ന് ക്രിസ്ത്യാനോ റൊണാൾഡോയും സംഘവും കളിക്കാനിറങ്ങുകയാണ്. ക്രിസ്ത്യാനോ റൊണാൾഡോയെ സംബന്ധിച്ചിടത്തോളം ഇന്നൊരു പ്രത്യേകതയുണ്ട്. 40 വയസ്സ് പൂർത്തിയായതിനു ശേഷം അദ്ദേഹം ആദ്യമായിട്ടാണ് ദേശീയ ടീമിനായിട്ട് കളിക്കാനിറങ്ങുന്നത്. അദ്ദേഹത്തിൽ നിന്ന് ഇന്നും ആരാധകർ ഗോൾ വർഷം പ്രതീക്ഷിക്കുകയാണ്. ഇന്നത്തെ മത്സരത്തിൽ പോർച്ചുഗീസ് ദേശീയ ടീമിൽ ആരൊക്കെയായിരിക്കും CR7 ഇറങ്ങുക? പോർച്ചുഗലിൻ്റെ ലൈനപ്പ് എങ്ങനെയായിരിക്കും? അതാണ് നമ്മൾ പ്രധാനമായും ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത്. ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 1:15 ഡെൻമാർക്കിനെതിരെ പോർച്ചുഗൽ നേഷൻസ് ലീഗിൽ ക്വാർട്ടർ ഫൈനലിൻ്റെ ആദ്യ പാദം കളിക്കുന്നത്. രണ്ടാം പാദം മാർച്ച് 24 പുലർച്ചെ 1:15. അപ്പോൾ ഇന്നത്തെ കളി എവേ മത്സരമാണ്. കോപ്പൻഹേഗനിൽ ഇന്നലെ തന്നെ പോർച്ചുഗീസ് ദേശീയ ടീം ലാൻഡ് ചെയ്തിട്ടുണ്ട്. ഏതായാലും ഗ്രൂപ്പ് ഘട്ടത്തിൽ മികച്ച പ്രകടനം നടത്തി അപരാജിത കുതിപ്പ് നടത്തിയ ടീമാണ് പോർച്ചുഗൽ. അതിൻ്റെ ഒരു തുടർച്ച ഇന്നത്തെ കളിയിലും ആരാധകർ പ്രതീക്ഷിക്കുകയാണ്. CR7 ഗ്രൂപ്പ് ഘട്ടത്തിൽ മികച്ച പ്രകടനം നടത്തി ഗോളുകൾ വർഷിച്ചിരുന്നു. അത് അദ്ദേഹം തുടരും എന്നുള്ളത് തന്നെയാണ് ഇന്നും ആരാധകർ കരുതുന്നത്. ഇപ്പോൾ നമുക്കറിയാമല്ലോ, 40-കാരനാണെങ്കിലും ഗോളടിച്ച് കൂട്ടുന്നതിൽ ഒട്ടും കുറവില്ല CR7. 5 ഗോളുകൾ നേഷൻസ് ലീഗിൽ ഓൾറെഡി അദ്ദേഹം നേടിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ പോർച്ചുഗലിൻ്റെ ഒരു പ്രോബിൾ ലൈനപ്പ് നമ്മൾ പോർച്ചുഗീസ് മാധ്യമം പോലെ നൽകുന്ന റിപ്പോർട്ട് അനുസരിച്ചുള്ള ആ ഒരു പ്രോബിൾ ലൈനപ്പ് നോക്കുകയാണ്. ഗോൾ കീപ്പറായിട്ട് കോസ്റ്റ, ഡിഫൻസിൽ മെൻഡസും ഡയസും സിൽവയും ഡാലോട്ടും ഒരുമിച്ചിറങ്ങും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. മധ്യനിരയിലേക്ക് വരുമ്പോൾ നെവസും വിറ്റീഞ്ഞയും ഹോൾഡിംഗ് ആയിട്ട് കളിക്കും. പിന്നെ ബ്രൂണോ ഫെർണാണ്ടസ് മുന്നേറ്റങ്ങളെ സഹായിക്കാനുണ്ടാകും. ഇരു പാർശ്വങ്ങളിലായിട്ട് നെറ്റോയും റാഫേൽ ലിയാവോയും അണിനിരക്കുമ്പോൾ ഗോളടിക്കാൻ കുന്തമുനയായി, ആക്രമണത്തിൻ്റെ കുന്തമുനയായി ക്രിസ്ത്യാനോ റൊണാൾഡോ തന്നെ ഇറങ്ങും. എന്തായാലും CR7 കരിയർ 40-ാം വയസ്സിലും മികച്ച രൂപത്തിൽ മുന്നോട്ട് പോകുന്നു. യുവേഫ നേഷൻസ് ലീഗ് പോലുള്ള ഒരു ടോപ്പ് കോമ്പറ്റീഷനിൽ അദ്ദേഹം ഇന്നും സ്റ്റാർട്ട് ചെയ്യും എന്നുള്ളതാണ് ഇവിടെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അന്താരാഷ്ട്ര ഫുട്ബോളിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും അധികം ഗോളുകൾ നേടിയ താരം ക്രിസ്ത്യാനോ റൊണാൾഡോ ആണല്ലോ. 217 കളികൾ ഓൾറെഡി അദ്ദേഹം കളിച്ചു കഴിഞ്ഞു. അതും റെക്കോർഡാണ്. അതിൽ നിന്ന് 135 ഗോളുകൾ. ആ ഗോളിൻ്റെ കണക്ക് ഇനിയും മുന്നോട്ട് പോകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. പക്ഷേ മറുഭാഗത്ത് ഡെൻമാർക്കാണ്. പോർച്ചുഗലിന് പൂർണ്ണമായിട്ടും എളുപ്പമാണ് എന്ന് നമ്മൾ പറയുന്നില്ല. ഷ്മൈക്കലിൻ്റെ മികച്ച പ്രകടനം ഗോൾ വലയത്തിന് മുന്നിലുണ്ടാകും. അതുപോലെ ക്രിസ്റ്റ്യൻ എറിക്സനെ പോലെയുള്ള കളിക്കാരുണ്ടാകും. സോ മികച്ച രൂപത്തിലുള്ള പ്രകടനം അവരുടെ ഭാഗത്തു നിന്നും പ്രതീക്ഷിക്കുന്നുണ്ട്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.